ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റെപ്സ് ഫോർ സ്റ്റാർട്ടിങ് SSI ഓർ MSME. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പകുതി സ്റ്റെപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഒരു MSME സ്റ്റാർട്ട് ചെയ്യണം, അതിനുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അതിൽ 9 സ്റ്റെപ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്. അത് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ സ്കാനിങ് ഓഫ് ബിസിനസ് എൻവിയോൺമെൻറ്റ്, 2 സെലക്ഷൻ ഓഫ് ദ പ്രോഡക്റ്റ്, സെലക്ഷൻ ഓഫ് ഫോം ഓഫ് ഓണർഷിപ്പ്, സെലക്ഷൻ ഓഫ് ലൊക്കേഷൻ ആൻഡ് സൈറ്റ്, അക്വയറിംഗ് മാനുഫാക്ചറിംഗ് നോ ഹൗ ഓർ ടെക്നോളജി, preparation of project report, registration as a small scale industry, then registration with the other authorities. ഇത്രയും സ്റ്റെപ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്. ഇന്ന് നമ്മൾ ബാക്കിയുള്ള 16 സ്റ്റെപ്പും കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. 6 സ്റ്റെപ്പും കൂടെ. അപ്പോൾ നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തത് ഒബ്റ്റെയിനിങ് ഇൻഡസ്ട്രിയൽ ലൈസൻസ്. നമ്മൾ മറ്റുള്ള അതോറിറ്റീസുമായിട്ടുള്ള ഓരോ അതോറിറ്റീസും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരിൽ നിന്നുള്ള രജിസ്ട്രേഷനൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അതിനുശേഷം നമ്മൾ ഇൻഡസ്ട്രിയൽ ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്യണം. ഏത് യൂണിറ്റായാലും സൈസിലും നാച്ചുറലൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും ഏത് യൂണിറ്റായാലും നമ്മൾ എന്ത് ചെയ്യണം, ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അത് സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ ലൈസൻസ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യണം. അത് ഏതൊക്കെ ഇൻഡസ്ട്രീസ് എന്നാണ് നമ്മൾ ഈ ഒരു ലൈസൻസ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യേണ്ടത്, ഏത് തരത്തിലുള്ള ഇൻഡസ്ട്രീസിനാണ് ഈ ലൈസൻസ് നിർബന്ധമായിട്ടുള്ളതെന്ന് പറയുമ്പോൾ അതിൽ ഒരു ന്യൂ ആയിട്ട് നമ്മളൊരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് വേണം, ഇൻഡസ്ട്രിയൽ ലൈസൻസ് ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ ലൈസൻസ് അതിന് ആവശ്യമാണ്. ഇനി മാനുഫാക്ചറിങ് ഓഫ് ന്യൂ ആർട്ടിക്കിൾ ഇൻ ആൻ എക്സിസ്റ്റിംഗ് അണ്ടർടേക്കിംഗ്. ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അണ്ടർടേക്കിംഗ് ഉണ്ട്, ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്ത് പുതിയതായിട്ട് എന്തെങ്കിലും മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച്, അങ്ങനെയാണെങ്കിൽ ആ പുതുതായിട്ട് നിർമ്മിക്കുന്നതിന് എന്ത് വേണം, ഇൻഡസ്ട്രിയൽ ലൈസൻസ് വേണം. ഇൻഡസ്ട്രിയൽ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ പ്രൊഡക്റ്റ് ആ ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ലൊക്കേഷൻ നമ്മൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ, ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനും അതിൽ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ സെയിം ആണ്, പക്ഷേ അതിൻ്റെ ലൊക്കേഷൻ നമ്മൾ എന്ത് ചെയ്ത് ചേഞ്ച് ചെയ്ത് ഒരു ലൊക്കേഷനിൽ നിന്ന് നമ്മൾ വേറൊരു ലൊക്കേഷനിലോട്ട് അതിൻ്റെ ആ ഓർഗനൈസേഷൻ നമ്മൾ ചേഞ്ച് ചെയ്ത്, അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻഡസ്ട്രിയൽ ലൈസൻസ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യണം. അതായത് ആ ഒരു ലൊക്കേഷൻ്റെ പേര് വെച്ചിട്ട് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഇൻഡസ്ട്രിയൽ ലൈസൻസ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യേണ്ടത്. ഇനി ആ ഓർഗനൈസേഷൻ ഓൾറെഡി ഉള്ള പ്രൊഡക്റ്റിനെക്കാട്ടിയും 25% പ്രൊഡക്ഷൻ എന്ത് ചെയ്ത് ഇൻക്രീസ് ചെയ്ത്, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്ത്, അതിനും എന്താവശ്യമാണ്, ആ ഒരു ലൈസൻസ്ഡ് കപ്പാസിറ്റി റിക്വയർ ലൈസൻസ് ആ ഒരു 25% കൂടുതൽ നമ്മളിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും അതിനാവശ്യമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ ലൈസൻസ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യണം. അതാണ് ഒബ്റ്റെയിനിങ് ഇൻഡസ്ട്രിയൽ ലൈസൻസ്. ഇനി അടുത്ത സ്റ്റെപ്പ് ഒബ്റ്റെയിനിങ് സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസ്. നമ്മളിപ്പോൾ ഒരു പേഴ്സൺ എന്ത് ചെയ്ത് ഒരു ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് MSME എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ തീരുമാനിച്ച്, അങ്ങനെ അയാൾ തീരുമാനിക്കുകയാണെങ്കിൽ അയാൾ ഫോളോവിങ് ലൈസൻസ് ആൻഡ് സർട്ടിഫിക്കറ്റ് ബിഫോർ സ്റ്റാർട്ടിങ് ദ വെഞ്ചർ. അയാൾ താഴെയുള്ള ലൈസൻസിങ്ങുമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, അപ്രൂവ് നമ്മൾ അത് വാങ്ങിയിരിക്കണം. അതിന് ശേഷമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിൽ കുറച്ച് ലൈസൻസ് അയാൾ ഒബ്റ്റെയിൻ ചെയ്യേണ്ട കുറച്ച് ലൈസൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തത് ലൈസൻസ് ഫ്രം ദ ലോക്കൽ ബോഡീസ് എന്നുള്ള ഒരു ലൈസൻസ് ആരുടെ അടുത്ത് ഉണ്ടായിരിക്കണം, അയാളുടെ അടുത്ത് ഉണ്ടായിരിക്കണം. ആ ലോക്കൽ ബോഡീസിൽ നിന്ന് ലൈസൻസ് കിട്ടുന്നത് എന്തിനാന്ന് വെച്ചാൽ, ബിൽഡിംഗ് കൺസ്ട്രക്റ്റ് ചെയ്യണമെങ്കിലും ബിൽഡിങ്ങിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിലും എന്ത് വേണം, ഈ ലോക്കൽ ബോഡീസിൻ്റെ കയ്യിൽ നിന്നുള്ള ലൈസൻസ് വേണം. ഒബ്റ്റെയിനിങ് സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസ് എന്ന് പറയുമ്പോൾ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു, ആ പേഴ്സണിന് കുറച്ച് സർട്ടിഫിക്കറ്റ്സും അതിൻ്റെ ലൈസൻസിങ്ങും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അയാളത് ഒബ്റ്റെയിൻ ചെയ്തതിന് ശേഷമായിരിക്കണം ആ ഒരു ഓർഗനൈസേഷൻ അയാൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിൽ 2 തരത്തിലുള്ള ലൈസൻസിങ് ഉണ്ട്, 3 തരത്തിലുള്ള ലൈസൻസിങ് ഉണ്ട്. ഒന്നാമത്തത് ലോക്കൽ ബോഡീസ് എന്നുള്ള ലൈസൻസ്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്റ്റ് ചെയ്യാനും ആ ബിൽഡിങ്ങിനകത്ത് പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യാനും വേണ്ടിയിട്ട് ലോക്കൽ ബോഡീസിൻ്റെ കയ്യിൽ നിന്നും ഒരു ലൈസൻസ് അയാൾ ഒബ്റ്റെയിൻ ചെയ്യണം. ഇനി രണ്ടാമത്തെ ലൈസൻസാണ് ലൈസൻസ് ഫ്രം ദ ഡയറക്ടറേറ്റ് ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഫോർ.
ഒരു ഡയറക്ടറേറ്റിന് ഫാക്ടറീസ് ആൻഡ് ഓയിലേഴ്സിൻ്റെ ഒരു ഡയറക്ടറേറ്റിൻ്റെ കയ്യിൽ നിന്നും എന്ത് വാങ്ങണം? ഒരു ലൈസൻസ് വേണം. അതെന്തിനാന്ന് വെച്ചാൽ അപ്രൂവൽ ഓഫ് ഫാക്ടറി ബിൽഡിംഗ് രജിസ്ട്രേഷൻ അണ്ടർ സെക്ഷൻ 6, 7 ആൻഡ് 85 ഓഫ് ദ ഫാക്ടറീസ് ആക്ട്. ഫാക്ടറി ബിൽഡിങ് അപ്രൂവ് ചെയ്യുന്നതിനും പിന്നെ ഫാക്ടറീസ് ആക്ട് പ്രകാരം സെക്ഷൻ 6, 7 ആൻഡ് 85 എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യാനും വേണ്ടിയിട്ട് ഈ ഒരു ലൈസൻസ് ഡയറക്ടറേറ്റിൽ നിന്ന് ഫാക്ടറീസിൻ്റെ ഫാക്ടറീസ് ആക്ടിൽ പ്രകാരം അവിടുത്തെ ഡയറക്ടറേറ്റിൻ്റെ കയ്യിൽ നിന്നും ഒരു ലൈസൻസ് എന്ത് ചെയ്യണം? ഒബ്റ്റെയിൻ ചെയ്യണം. ഇനി മൂന്നാമത്തത് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് ഫ്രം ദ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നും എന്ത് ചെയ്യണം? ഒരു ലൈസൻസിങ് വേണം. കാരണം അവർ ആ ഓർഗനൈസേഷനിൽ പൊല്യൂഷൻ ഇല്ല, അത്രയും പൊല്യൂഷൻ എന്ത് ചെയ്യുന്നില്ല, പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, പിന്നെ എൻവയോൺമെൻറ്റിന് സ്യൂറ്റബിൾ ആണ്, എൻവയോൺമെൻറ്റ് ഹസാർഡസ് ആയിട്ട് ഒന്നും ഇല്ല എന്നുള്ളത് എന്ത് ചെയ്യണം? ആ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സാങ്ഷൻ ചെയ്തിട്ട് ലൈസൻസ് കൊടുക്കണം. അതാണ് ഒബ്റ്റെയിനിങ് സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസ്. 3 തരത്തിലുള്ള ലൈസൻസ് ഉണ്ട്. ലോക്കൽ ബോഡീസിൽ നിന്ന് ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്യണം, ഫാക്ടറീസ് ഡയറക്ടറേറ്റിൽ നിന്ന് ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്യണം, പിന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നും ഒരു ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്യണം. ഇനി അടുത്തത് അപ്ലൈ ഫോർ പവർ കണക്ഷൻ. എന്ത് ചെയ്യണം? ഇപ്പോൾ ഓർഗനൈസേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കൺസ്ട്രക്റ്റ് ചെയ്ത് പ്ലാന്റ് ആൻഡ് മെഷീനറി ഒക്കെ നമ്മൾ എന്ത് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഓർഗനൈസേഷൻ ഇറ്റ്സ് റെഡി ഫോർ പ്രൊഡക്ഷന് റെഡിയായി. പക്ഷേ എന്ത് വേണം? മെഷീനറീസും അവിടെയുള്ള കാര്യങ്ങളും എക്യുപ്മെൻറ്റ്സും ഒക്കെ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? കറണ്ട് വേണ്ടേ? അപ്പോൾ എന്ത് ചെയ്യണം? ഓർഗനൈസേഷൻ പവർ കണക്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. പവറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം. അതിൽ 2 തരത്തിലുള്ള പവറാണുള്ളത്. ലോ ടെൻഷൻ പവറും ഉണ്ട്, ഹൈ ടെൻഷൻ പവറും ഉണ്ട്. ലോ ടെൻഷൻ പവർ ആൻഡ് ഹൈ ടെൻഷൻ പവർ നമ്മൾ സാധാരണയായിട്ട് ഓർഗനൈസേഷൻ SSI സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നത് ലോ ടെൻഷൻ കാറ്റഗറിയിലുള്ള പവറായിരിക്കും. അപ്പോൾ ഈ ലോ ടെൻഷൻ കാറ്റഗറിയിലുള്ള പവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസേൺഡ് ആയിട്ടുള്ള അതോറിറ്റീസുമായിട്ട് പവർ കണക്ഷന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് അപ്ലൈ ഫോർ പവർ കണക്ഷൻ. ദെൻ 13ാമത്തത് ഇൻസ്റ്റാളേഷൻ ഓഫ് മെഷീനറി. നമ്മൾ എന്ത് ചെയ്യണം? പവറൊക്കെ കിട്ടിയതിന് ശേഷം നമ്മൾ ഓർഗനൈസേഷനിലെ ആവശ്യമായിട്ടുള്ള പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള മെഷീനറീസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻസ്റ്റാൾ ചെയ്യണം. ഇനി റിക്രൂട്ട്മെൻറ്റ് ഓഫ് മാൻ പവർ. എന്ത് മെഷീനറീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഗനൈസേഷനിൽ ഇൻസ്റ്റാൾ ചെയ്ത് പവർ കണക്ഷനൊക്കെ കിട്ടി എന്ത് ചെയ്യണം? ഈ മെഷീനറീസ് സ്റ്റാർട്ട് അല്ലെങ്കിൽ അത് തുടങ്ങണമെങ്കിൽ എന്ത് വേണം? ആര് വേണം? മാൻ പവർ വേണ്ട, എംപ്ലോയീസ് വേണ്ട. എംപ്ലോയീസ് ഉണ്ടെങ്കിലല്ലേ മെഷീനറീസ് പ്രവർത്തിപ്പിക്കാനൊക്കെ കഴിയുള്ളൂ. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ഓഫ് മാൻ പവറിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യണം. അതിനുശേഷം പ്രൊക്യൂർമെൻറ്റ് ഓഫ് റോ മെറ്റീരിയൽ. പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ നമ്മൾ പ്രൊക്യൂർ ചെയ്യണം. അത് ഇമ്പോർട്ടഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള റോ മെറ്റീരിയൽ ആയിരിക്കാം നമ്മൾ ഉപയോഗിക്കുന്നത്. കൂടുതലായിട്ടും SSI ഉപയോഗിക്കുന്നത് ലോക്കലായിട്ടുള്ള റോ മെറ്റീരിയലാണ്. ഇമ്പോർട്ടഡ് റോ മെറ്റീരിയൽ കുറവാണ്. സോ പ്രൊക്യൂർമെൻറ്റ് ഓഫ് റോ മെറ്റീരിയൽ നമ്മൾ പ്രൊക്യൂർ ചെയ്യണം. ദെൻ അടുത്തത് അപ്ലിക്കേഷൻ ഓഫ് പെർമനൻറ്റ് രജിസ്ട്രേഷൻ ആണ്. ബാക്കി ടൈപ്പ് വന്നപ്പോൾ എന്തോ മിസ്റ്റേക്കാണ്. അപ്ലിക്കേഷൻ ഓഫ് പെർമനൻറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് അതിന് ശേഷം നമ്മൾ പെർമനൻ്റ് ആയിട്ട്, അതായത് ഓർഗനൈസേഷൻ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ എന്ത് ചെയ്യണം? ഒരു ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യണം. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടുക ആഫ്റ്റർ ദ സ്റ്റാർട്ടഡ് പ്രൊഡക്ഷൻ. അതായത് ആ ഓർഗനൈസേഷനകത്ത് പ്രൊഡക്ഷൻ നടന്നതിന് ശേഷമായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക? ഈ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടുകയെന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്ലിക്കേഷൻ ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം ഹാസ് ടു ബി മെയ്ഡ് ടു ദ, അതായത് നമ്മൾ ഇപ്പോൾ ആ പെർമനൻറ്റ് രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ആർക്ക് സബ്മിറ്റ് ചെയ്യണം? DIC. അത് DIC ഒക്കെ പഠിക്കാണ്ട് അതിൽ GMന് ജനറൽ മാനേജർക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷം ഈ ജനറൽ മാനേജർ ആ ഒരു ഓർഗനൈസേഷനിലകത്തോട്ട് അവിടുത്തെ ആരെങ്കിലും അതിന് കൺസേൺഡ് അതോറിറ്റീസ് ആരെങ്കിലും എന്ത് ചെയ്യും? ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് വിടും ആ ഓർഗനൈസേഷനിൽ. എന്നിട്ട് അവർ ഇൻസ്പെക്റ്റ് ചെയ്യും. അതായത് കറക്റ്റ് ഇതിലാണോ മെഷീനറീസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്, എന്തെങ്കിലും പൊല്യൂഷൻ ഉണ്ടോ, എൻവയോൺമെൻറ്റിന് എന്തെങ്കിലും എഫക്റ്റ് ചെയ്യുന്ന പൊല്യൂഷൻസ് ഉണ്ടോ, പിന്നെ എംപ്ലോയീസ് കറക്റ്റാണോ, അവരുടെ
അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടോ, പിന്നെ മെഷീനറി ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നോക്കിയതിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അതായത് നോക്കിയതിന് ശേഷമായിരിക്കും ആ ഒരു DICയിലെ GM നമുക്ക് എന്ത് ചെയ്യുക, ഒരു ആപ്ലിക്കേഷൻ, അതായത് പെർമനൻറ്റ് രജിസ്റ്റർ ചെയ്യുള്ളൂ. ആ ഒരു ഓർഗനൈസേഷൻ പെർമനൻ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് ആപ്ലിക്കേഷൻ ഫോർ പെർമനൻറ്റ് രജിസ്ട്രേഷൻ. അപ്പോൾ ഇത്രയാണ് ഒരു MSME തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള സ്റ്റെപ്സ്. ഒന്നാമത്തത് സ്കാനിങ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്, ഇനി രണ്ടാമത് സെലക്ഷൻ ഓഫ് പ്രോഡക്റ്റ്, 3 സെലക്ഷൻ ഓഫ് ഫോം ഓഫ് ഓണർഷിപ്പ്, സെലക്ഷൻ ഓഫ് ലൊക്കേഷൻ ആൻഡ് സൈറ്റ്, അക്വയറിംഗ് മാനുഫാക്ചറിംഗ് നോ ഹൗ ഓർ ടെക്നോളജി, പ്രിപ്പറേഷൻ ഓഫ് പ്രൊജക്റ്റ് റിപ്പോർട്ട്, രജിസ്ട്രേഷൻ ആസ് എ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, then registration with the other authority, obtaining industrial license, obtaining statutory license, apply for power connection, installation of machinery, requirement of manpower, procurement of raw material, application of permanent registration. ഇത്രയാണ് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു SSI സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ MSME മീഡിയം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള സ്റ്റെപ്സുകൾ. ഇനി നെക്സ്റ്റ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം ഓൺടർപ്രൈസസ് ഡെവലപ്മെൻറ്റ് ആക്ട്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിന് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ് ഏത് ആക്ട് പ്രകാരമായിരിക്കും MSME തുടങ്ങിയിട്ടുണ്ടായിരിക്കുക. MSME സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ MSMEയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഒരു ആക്റ്റാണ് ഏത്, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം ഓൺടർപ്രൈസസ് ഡെവലപ്മെൻറ്റ് ആക്ട് 2006. ഈ ഒരു ആക്ട് പ്രകാരമാണ് MSME എന്ത് ചെയ്തിട്ടുള്ളത്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം ഓൺടർപ്രൈസസ് ഡെവലപ്മെൻറ്റ് ആക്ട് 2006 എന്ന് നോക്കാം. ഈ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം ഓൺടർപ്രൈസസ് ഡെവലപ്മെൻറ്റ് ആക്ട് നിലവിൽ വന്നിട്ടുള്ളത് 2006 ഈ ഒരു ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. ഈ ഒരു ആക്ട് നിലവിൽ വന്നത് എന്തിനാന്ന് വെച്ചാൽ വിത്ത് എ വ്യൂ ടു ബൂസ്റ്റ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് small enterprises in the country, the Government of India has enacted Micro, Small and Medium Enterprises Development Act 2006. എന്തിനു വേണ്ടിയിട്ടാണ്, സ്മോൾ ആയിട്ടുള്ള ഓൺടർപ്രൈസസ്, കാരണം നമ്മുടെ ഒരു ഇതിൽ എന്ത് ചെയ്യുക, ലാർജ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ലാർജ് ഓൺടർപ്രൈസസ് എന്ത് ചെയ്യുക, കൂടിക്കൊണ്ടിരിക്കുക, കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ സ്മോൾ ആയിട്ടുള്ള ഓൺടർപ്രൈസസിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അവരെന്ത് ചെയ്യുക, ഔട്ടായി പോവുകയാണ്. കാരണം കോമ്പറ്റീഷൻ കൂടിയത് കൊണ്ട് അവർക്ക് ബിഗ് ഇൻഡസ്ട്രീസുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു കേസ് വന്നപ്പോഴാണ് ഏത് എസ്റ്റാബ്ലിഷ് ചെയ്തത്, ഈ ഒരു മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം ഓൺടർപ്രൈസസ് ഡെവലപ്മെൻറ്റ് ആക്ട് 2006 എന്ന് പറഞ്ഞിട്ടുള്ള ആക്ട് നിലവിൽ വന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ബൂസ്റ്റ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സ്മോൾ ഓൺടർപ്രൈസസ് ഇൻ ദ കൺട്രി, ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് ഇനാക്റ്റഡ്. സ്മോൾ ഓൺടർപ്രൈസസിൻ്റെ ഡെവലപ്മെൻറ്റിനും അവരെ ഒന്നുകൂടി ബൂസ്റ്റ്, അതായത് കോമ്പറ്റീഷനിൽ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് ഏത് കൊണ്ടിട്ടുള്ളത്, ഈ ഒരു ഡെവലപ്മെൻറ്റ് ആക്ട്, മൈക്രോ സ്മോൾ മീഡിയം ഓൺടർപ്രൈസസ് ഡെവലപ്മെൻറ്റ് ആക്ട് 2006 ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കൊണ്ട് വന്നിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്, ടു ബൂസ്റ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സ്മോൾ ഓൺടർപ്രൈസസ് ഇൻ ദ കൺട്രിയിലെ സ്മോൾ ഓൺടർപ്രൈസസിൻ്റെ ഡെവലപ്മെൻറ്റിനും അതിൻ്റെ പ്രൊമോഷനും അതിൻ്റെ ഗ്രോത്തും എല്ലാത്തിനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ആക്ട് കൊണ്ട് വന്നിട്ടുള്ളത്. ഇനി ആ ആക്ടിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് MSME ഡെവലപ്മെൻറ്റ് ആക്ട് 2006 എന്തൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തത് പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് എൻഹാൻസിങ് ദ കോമ്പറ്റിറ്റീവ്നെസ് ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം ഓൺടർപ്രൈസസ്. എന്തിനു വേണ്ടിയിട്ടാണ്, അതായത് ബിഗ് ഇൻഡസ്ട്രീസുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ സ്മോൾ ഇൻഡസ്ട്രീസിന് ബിഗ് ഇൻഡസ്ട്രീസുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഈ ഒരു ആക്ട് എന്ത് ചെയ്തിട്ടുള്ളത്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്, പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ കോമ്പറ്റീറ്റീവ്സ്, അതായത് എന്ത് ചെയ്യാം, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ
പ്രൊമോട്ട് ചെയ്യുക, അവരെ ഡെവലപ്പ് ചെയ്യുക. അവർക്ക് ആവശ്യം അവരെന്തെങ്കിലും പ്രോബ്ലംസോ അല്ലെങ്കിൽ കോമ്പറ്റീഷൻ സ്ട്രാറ്റജീസ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ അവരെ സഹായിക്കുക. മറ്റുള്ള ബിഗ് ഇൻഡസ്ട്രീസുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യാൻ അവരെ എന്ത് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. അതിന് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ MSME ആക്ട് 2006 നിലവിൽ വന്നിട്ടുള്ളത്. ഇനി ദ ആക്ട് പ്രൊവൈഡ്സ് ഫോർ ഡെഫിനിഷൻ ഓഫ് ദ സ്മോൾ ഓണ്ടർപ്രൈസസ് ആൻഡ് മീഡിയം ഓണ്ടർപ്രൈസസ് നോട്ട് സ്റ്റാറ്റ്യൂട്ടറി ഡിഫൈൻഡ് ഏർലിയർ. എന്തുണ്ട് ഈ ആക്റ്റിൽ നമ്മുടെ ഏർലിയർ, അതായത് ഇതിൻ്റെ മുന്നേ ഉള്ള ആക്റ്റിൽ സ്മോൾ ഓണ്ടർപ്രൈസസും മീഡിയം ഓണ്ടർപ്രൈസസും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഡിഫൈൻ ചെയ്തിട്ടില്ലായിരുന്നു. ഓൺലി ലാർജ് ഓണ്ടർപ്രൈസസിനെ മൈക്രോ ഓണ്ടർപ്രൈസസിന് മാത്രമായിരുന്നു എന്ത് ചെയ്തിരുന്നത്, ഡിഫൈൻ ചെയ്തിരുന്നത്. ബട്ട് സ്മോൾ ആയിട്ടുള്ള മീഡിയം ആയിട്ട് ഈ കഴിഞ്ഞ ഏർലിയസ്റ്റ് ആയിട്ടുള്ള, അതായത് മുന്നേ ഉള്ള ആക്റ്റിൽ, ഏർലിയർ ആയിട്ടുള്ള ആക്റ്റിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഈ മീഡിയം സ്മോൾ ഓണ്ടർപ്രൈസസിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മൈക്രോ ഓണ്ടർപ്രൈസസിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ മീഡിയം ആയിട്ടുള്ളയും സ്മോൾ ആയിട്ടുള്ളയും ഓണ്ടർപ്രൈസസിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ആക്റ്റിൽ MSMED ആക്ട് 2006 എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ ഓണ്ടർപ്രൈസിനെയും, മൈക്രോനെയും സ്മോളിനെയും മീഡിയത്തിനെയും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇത് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ മൈക്രോ ഓണ്ടർപ്രൈസസ് ആണെങ്കിൽ, ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, മൈക്രോ ഓണ്ടർപ്രൈസസ് ആണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ് എങ്ങനെ ആയിരിക്കണം, ഡസ് നോട്ട് എക്സീഡ് ₹25 lakh, 25 ലക്ഷത്തിന് മുകളിൽ എന്താവരുത്, ആവരുത്, 25 lakhന് താഴെ ആയിരിക്കണം. അതാണ് ഏത്, മൈക്രോ ഓണ്ടർപ്രൈസസ്. സ്മോൾ ഓണ്ടർപ്രൈസസ് ആണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ് 25 ലക്ഷത്തിനും 5 കോടിക്കും ഇടയിലായിരിക്കണം. അതിലേതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു എമൗണ്ട് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, സ്മോൾ ഓണ്ടർപ്രൈസസ് സെറ്റ് ചെയ്യേണ്ടത്. സ്മോൾ ഓണ്ടർപ്രൈസസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ 25 ലക്ഷത്തിനും 5 കോടിക്കും ഇടയിലായിരിക്കണം. ഇനി മീഡിയം ഓണ്ടർപ്രൈസസ് ആണെങ്കിൽ 5 കോടിക്കും 10 കോടിക്കും, 5 crore ആൻഡ് 10 crore, ബിറ്റ്വീൻ 5 crore ആൻഡ് 10 crore, 5 കോടിക്കും 10 കോടിക്കും ഇവയിൽ ഏതെങ്കിലും ഒരു എമൗണ്ട് ആയിരിക്കണം ഏത്, മീഡിയം ഓണ്ടർപ്രൈസസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ്. അത് ഏത് കേസിലാണ്, മാനുഫാക്ചറിങ് ഓണ്ടർപ്രൈസസ് ആണെങ്കിലാണ് അതിൻ്റെ ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. ഇൻ കേസ് ഓഫ് സർവീസ് ഓണ്ടർപ്രൈസസ് ആണെങ്കിൽ, ഇത് ഞാൻ സ്ലൈഡിൽ ഉൾപ്പെടുത്താത്തത് കാരണം ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ലിമിറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായിരുന്നു ഉൾപ്പെടുത്താത്തത്. സർവീസ് ഓണ്ടർപ്രൈസസ് ആണെങ്കിൽ അതിൻ്റെ മൈക്രോ ആണെങ്കിൽ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ് ഡസ് നോട്ട് എക്സീഡ് ₹10 lakh, 10 ലക്ഷത്തിന് മുകളിൽ കൂട്ടാൻ പാടില്ല, 10 ലക്ഷത്തിന് താഴെയായിരിക്കണം. ഇനി സ്മോൾ ഓണ്ടർപ്രൈസസ് ആണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ്, ഇൻ കേസ് ഓഫ് സർവീസ് ഓണ്ടർപ്രൈസസ് ആണ്, സ്മോൾ ഓണ്ടർപ്രൈസസ് ആണെങ്കിൽ 10 ലക്ഷത്തിനും 2 കോടിക്കും ഇടയിലായിരിക്കണം. മീഡിയം ഓണ്ടർപ്രൈസസ് ആണെങ്കിൽ 2 കോടിക്കും 5 കോടിക്കും ഇടയിലായിരിക്കണം. ഇതാണ് എന്ത്, ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ മുന്നേ ഉള്ള ആക്റ്റിലൊന്നും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, സ്മോളിനെയും മീഡിയം ഓണ്ടർപ്രൈസസിനെയും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി നെക്സ്റ്റ് പോയിന്റ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് നാഷണൽ ബോർഡ് ഫോർ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം ഓണ്ടർപ്രൈസസ്. മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം ഓണ്ടർപ്രൈസസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബോർഡ് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ബോർഡാണ് ഇത്, മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം ഓണ്ടർപ്രൈസസ് ബോർഡ്. അതിലെന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഒരു ബോർഡ് എന്തിനു വേണ്ടിയിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഈ ഒരു ബോർഡ് എന്ന് പറയുന്നത് നാഷണൽ ബോർഡ്, മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം ഓണ്ടർപ്രൈസസ് ബോർഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഇറ്റ്സ് മേക്കിംഗ് പോളിസി ഡിസിഷൻസ് ആൻഡ് പ്രോഗ്രാംസ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് MSMEs. MSMEൻ്റെ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസും അതിൻ്റെ ആവശ്യമായിട്ടുള്ള പോളിസീസും ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് ബോർഡ് ഉള്ളത്,
MSME ബോർഡ്, മൈക്രോ സ്മോൾ മീഡിയം ബോർഡ് എന്ത് ചെയ്തിട്ടുള്ളത്, നാഷണൽ ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിൻ്റെ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസും പോളിസീസും ഡിസിഷൻ മേക്കിങ്ങിനും ആവശ്യമായിട്ടുള്ള പോളിസീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. അതാണ് ഏത് ചെയ്യുന്നത്, ഈ ഒരു ബോർഡ്, നാഷണൽ ബോർഡ് ഫോർ മൈക്രോ സ്മോൾ മീഡിയം ആൻഡ് എൻ്റർപ്രൈസസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ്, ദ ആക്ട് പ്രൊവൈഡ്സ് ഫോർ ക്ലാസിഫിക്കേഷൻ ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി. കഴിഞ്ഞ നേരത്തെ പോയിന്റ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പോയിന്റ്, ദ ആക്ട് ഫർദർ എംപവേഴ്സ് എന്നാണ്. ടൈപ്പ് ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്കാണ്. The Act further empowers the central government to notify programs, guidelines or instruction for facilitating the promotion and the development of MSME. എന്ത് ചെയ്തിട്ടുണ്ട്, The Act further empowers central government to notify programs, guidelines or instruction. എന്ത് ഈ ആക്ട് സെൻട്രൽ ഗവൺമെൻറ്റിനോട് അതിന് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസും അതിനാവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ്, ഇൻസ്ട്രക്ഷൻസ്, ഫെസിലിറ്റേറ്റിംഗ് പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, MSMEയുടെ പ്രൊമോഷനും ഡെവലപ്മെൻറ്റിനും ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസും ഇൻസ്ട്രക്ഷൻസും പ്രോഗ്രാംസും ഒക്കെ ആര് കൊടുക്കുന്നുണ്ട്, സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യുന്നുണ്ട്. അതാണ് ദ ആക്ട് ഫർദർ എംപവേഴ്സ് സെൻട്രൽ ഗവൺമെൻറ് ടു നോട്ടിഫൈ പ്രോഗ്രാം. സെൻട്രൽ ഗവൺമെൻറ് ആ ഒരു MSMEയുടെ പ്രൊമോഷനും അതിൻ്റെ ഡെവലപ്മെൻറ്റിനും ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസും ഗൈഡ് ലൈൻസും ഇൻസ്ട്രക്ഷൻസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പോയിന്റ്, ദ ആക്ട് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ടു MSME ഓൺ ഡിലൈഡ് പേയ്മെൻറ്റ്സ്. MSME എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, മറ്റുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവരുടെ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ആക്ടിവിറ്റീസിന് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് ലോൺ എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ലോൺ എടുക്കുമ്പോൾ എന്തുണ്ടായിരിക്കും, ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർ ഈ MSME സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർ അതിലെന്തെങ്കിലും ഡിലേ വരുത്തിയിട്ടുണ്ടെങ്കിൽ, അതായത് ഇൻട്രസ്റ്റിലോ അല്ലെങ്കിൽ ലോൺ എമൗണ്ടിലോ എന്തെങ്കിലും ഡിലേ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഏത് ആക്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, MSME ഡെവലപ്മെൻറ്റ് ആക്ട് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ലോൺ അടക്കാത്തത് എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്യും, അതിന് ഒരു കുറച്ച് കാലതാമസമോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കുറച്ച് കൊടുക്കുക അല്ലെങ്കിൽ എമൗണ്ട് കുറച്ച് കൊടുക്കുക, അങ്ങനത്തെ എന്തെങ്കിലും അവരെന്ത് ചെയ്യുന്നുണ്ട്, അതിൽ നിന്നും ഈ ഡിലേഡ് പേയ്മെൻറ്റ്സിൽ നിന്നും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ദ ആക്ട് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ടു MSME ഓൺ ഡിലേഡ് പേയ്മെൻറ്റ്സ്. MSME എന്തെങ്കിലും പേയ്മെൻറ്റിൽ എന്തെങ്കിലും ഡിലേ വരുത്തിയിട്ടുണ്ടെങ്കിൽ അവരെ അതിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ്, the act established specific funds for the promotion, development and enhancing competitiveness of MSME. എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആക്റ്റിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്, ഫണ്ട് രൂപീകരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, ഫണ്ട് ഫോർ ദ പ്രൊമോഷൻ, ഡെവലപ്മെൻറ്റ്, എൻഹാൻസിങ് കോമ്പറ്റീറ്റീവ്നെസ് ഓഫ് MSMEയുടെ പ്രൊമോഷനും അതിൻ്റെ ഡെവലപ്മെൻറ്റിനും അത് ബിഗ് ഇൻഡസ്ട്രീസുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫണ്ട് ഈ ആക്ട് എന്ത് ചെയ്യുന്നുണ്ട്, രൂപീകരിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പോയിന്റ്, ദ ആക്ട് മെയ്ഡ് നോട്ടിഫിക്കേഷൻ ഓഫ് സ്കീംസ് ആൻഡ് പ്രോഗ്രാംസ് ഫോർ ദിസ് പർപ്പസ്. ആക്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിനാവശ്യമായിട്ടുള്ള സ്കീംസും പ്രോഗ്രാംസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് അതിലുള്ള ആൾക്കാർക്ക് അതിനുള്ള ആക്റ്റും അതിനുള്ള സ്കീംസും പ്രോഗ്രാംസൊക്കെ ഇൻ്റെ സ്കീം വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യുക പോയി വാങ്ങാം, അത് നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ആയിരിക്കും. പിന്നെ ഓരോ പ്രോഗ്രാംസും ഓരോ ട്രെയിനിങ് പ്രോഗ്രാംസും മറ്റുള്ള അവർക്കുള്ള അസിസ്റ്റൻസും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യുക, നോട്ടിഫൈ ചെയ്യുന്നുണ്ട്, അവരെ അറിയിക്കുന്നുണ്ട്. ആര്, MSME ഡെവലപ്മെൻറ്റ് ആക്ട്. അപ്പോൾ
അപ്പോൾ ഇത്രയാണ് MSMEയിൽ പറയാനുള്ളത്. MSME എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 2006 ഈ ഒരു ആക്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ സ്മോൾ ഓണ്ടർപ്രൈസസിൻ്റെ ഡെവലപ്മെൻറ്റിനും അവരുടെ പ്രൊമോഷനും വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുമ്പോൾ പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് MSME. രണ്ടാമത്തത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഏർലിയർ ആക്റ്റിൽ സ്മോൾ ഓണ്ടർപ്രൈസസും മീഡിയം ഓണ്ടർപ്രൈസസും എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ആക്റ്റിൽ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് നാഷണൽ ബോർഡ്, ഒരു ബോർഡ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു MSMEക്ക് വേണ്ടിയിട്ട് ഒരു ബോർഡ് എന്ത് ചെയ്തിട്ടുണ്ട്? എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റും പ്രത്യേകം എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ഓരോ മൈക്രോൻ്റെയും സ്മോളിൻ്റെയും മീഡിയത്തിൻ്റെയും ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ് സ്പെസിഫൈ ചെയ്തിട്ട് പറയുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്? സെൻട്രൽ ഗവൺമെൻറ് ഈ MSMEക്ക് ആവശ്യമായിട്ടുള്ള അതിൻ്റെ ഡെവലപ്മെൻറ്റിനും അതിൻ്റെ പ്രൊമോഷനും ആവശ്യമായിട്ടുള്ള ഓരോ പ്രോഗ്രാംസും കാര്യങ്ങളും അവരുടെ ഒരു പോളിസീസും പ്രോഗ്രാംസും പിന്നെ ഇൻസ്ട്രക്ഷൻസും ഗൈഡ് ലൈൻസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ MSME എന്തെങ്കിലും ഡിലേ പേയ്മെൻറ്റിൽ, അതായത് ലോൺ എടുത്ത എമൗണ്ടിൽ എന്തെങ്കിലും അതിന് ഇൻട്രസ്റ്റില അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ടില എന്തെങ്കിലും ഡിലേ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ആക്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ MSMEയുടെ പ്രൊമോഷനും ഡെവലപ്മെൻറ്റിനും അതിൻ്റെ ബിഗ് ഇൻഡസ്ട്രീസുമായിട്ട് കോമ്പറ്റീറ്റീവ് ചെയ്യാനും വേണ്ടിയിട്ട് സ്പെസിഫിക് ഫണ്ട് ഈ ആക്റ്റിൽ രൂപീകരിക്കുന്നുണ്ട്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ആക്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സ്കീംസും പ്രോഗ്രാംസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. ഇത്രയാണ് MSME ഡെവലപ്മെൻറ്റ് ആക്ട് 2006 കുറിച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.